ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ക്ലാസ്സിനെ പറ്റി എടുക്കാനല്ല വീഡിയോ ചെയ്തത്, മറിച്ച് ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കണേ. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, കാരണം നിങ്ങൾക്ക് എക്സാമും കൂടിയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അതിൽ ഫസ്റ്റത്തെ എല്ലാവരും മാക്സിമം എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് പാസ് മാർക്ക് എത്രയാണ്. നമുക്കൊരു എക്സാം എന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ് കേട്ടോ എക്സാം. അപ്പോൾ എക്സാം 100 മാർക്കിന് നമുക്ക് എഴുതിക്കാണ്ട് ഇല്ല എക്സാം എന്ന് പറഞ്ഞാൽ 70 മാർക്കാണ്. ബാക്കി അതിൽ 30 മാർക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ ഇൻ്റർണലും അതേപോലെ നമ്മൾ അസൈൻമെൻ്റ് ആയിക്കോട്ടെ സെമിനാർ ആയിക്കോട്ടെ അതൊക്കെയാണ് 30 മാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരു 70ൽ നമുക്ക് പാസ് മാർക്ക് വേണ്ടത് എത്ര അറിയോ? 21. മറിച്ച് നമുക്ക് 100ലാണ് പാസ് മാർക്ക് വേണ്ടെങ്കിൽ 35 കേട്ടോ. എല്ലാം കൂടി കൂട്ടിക്കാണ്ട് ഇന്റർണലും അതേപോലെ നമ്മുടെ എക്സാം അയക്കാണ്ടില്ല. അപ്പോൾ 70 മാർക്കും 30 മാർക്കും കൂടി കൂട്ടിക്കാണ്ട് വേണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? 35 കിട്ടേണ്ടത് കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, ഇത് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരേപോലെ അല്ല. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് മാത്രം നമ്മൾക്ക് 70ൽ 25ഉം പിന്നെ 100ൽ 35ഉം ആണ് വേണ്ടത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയും 21 തന്നെ കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സാം 50 മാർക്കിലാണ് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടിയത് വെറും 15 മാർക്കാണ് കേട്ടോ. പക്ഷെ കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടത് എത്രയാണ്? 17.5 മാർക്കാണ് കേട്ടോ. കേരള യൂണിവേഴ്സിറ്റി മാത്രമാണ് കുറച്ച് വ്യത്യാസമില്ലത്. ബാക്കി 3 യൂണിവേഴ്സിറ്റിയും ഒരേപോലെ തന്നെ കേട്ടോ. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഗ്രേഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഗ്രേഡ് ഞാൻ ഇവിടെ പക്ക അയക്കണേ അവിടെ കൊടുത്തേക്കണേ. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് ഓ കിട്ടാനായിക്കോട്ടെ A+ കിട്ടാനായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയതെന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഓ ആണെങ്കിൽ 100ൽ നമുക്ക് 95 മാർക്കിന് മേലെങ്കിലും വേണം. അപ്പോൾ 100ൽ 75ലാണെങ്കിൽ 72 മാർക്കിൻ്റെ എബോ വന്നാൽ മാത്രമേ നമുക്ക് ഓ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ A+ ആണെങ്കിൽ അപ്പോൾ 95 തൊട്ട് 85 വരെ ആണ്. അപ്പോൾ 100ൽ അല്ലെങ്കിൽ അപ്പോൾ 75ലാണെങ്കിൽ 72 തൊട്ട് 64 വരെ നമുക്ക് A+ ആണ്. ഇപ്പോൾ A ആണെങ്കിൽ 85 തൊട്ട് 75 വരെയാണ് 100ൽ. പിന്നെ 75ലാണെങ്കിൽ 64 തൊട്ട് 57 വരെയാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഗ്രേഡിങ്ങിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ. ഇനി ഫെയിൽഡ് ആവൽ 35ൻ്റെ അടിയിലേക്കാണെങ്കിൽ നമ്മൾ അവിടെ തോൽക്കും. ഇപ്പോൾ ഇൻ്റർണൽ നമുക്ക് നല്ല മാർക്കുണ്ട്, പക്ഷെ നമ്മൾ എക്സാം എഴുതണിൽ നമുക്ക് വരും ഇപ്പോൾ 21ൽ ആകെ 20 എന്ന് വിചാരിച്ചാലായിരുന്നു നമ്മൾ. പക്ഷെ 35 രണ്ടും കൂടി കൂട്ടി 35 കിട്ടിയെന്ന് വിചാരിച്ചോ, പക്ഷെ നമ്മൾ പാസ്സാവൂല. അതിൽ 21 തന്നെ വേണം കേട്ടോ നമ്മൾ എക്സാം എഴുതുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം.